പാർട്ടിയുടെയും മറുപടിയും എന്തെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. അരുൺ അമൃതനാഥും അമൽ തേനമ്പറമ്പിലും ബാലഗോപാലും ഒക്കെ ഒപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അരുൺ അമൃതനാഥിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറത്തു നിന്നും ചേരുന്നു. അരുൺ, ഇതാരാണ് ഇതിന്റെ പിന്നിൽ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറയും തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ഊഹവും ഇല്ലാതെ CPM തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏത് തരത്തിൽ ഇവർക്ക് പ്രതിരോധിക്കാനാവും എന്നതാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്ന ചോദ്യം. മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾ ഇതൊരു ആയുധമാക്കി എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അൻവർ തുടരുക തന്നെയാണ്. ഒപ്പം CPM നേരിടുന്ന വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്. തുടക്കഘട്ടത്തിൽ അൻവറിനെ തള്ളി പറയാനുള്ള ഒരു സാഹചര്യം CPM-ന് ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ADGP-യെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന ഘട്ടം അൻവറിനെ തള്ളി പറയാനും ഘട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ അൻവറിനെ തള്ളി പറയുകയല്ലാതെ വേറൊരു നിർവാഹവുമില്ല. കാരണം ഇന്നലെ അൻവർ നടത്തിയ പ്രതികരണങ്ങൾക്ക് പിന്നാലെ ഒരു വലിയ ക്യാമ്പയിനായി തന്നെ PB അംഗങ്ങൾ ഉൾപ്പെടെ, ഈ സംഘടനാ തലത്തിൽ DYFI ഉൾപ്പെടെ അൻവറിൻ്റെ വീടിന് മുന്നിലുള്ള ഫ്ലെക്സ്, അങ്ങനെ അൻവറിനെതിരെ CPM-ൻ്റെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിലും അൻവർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കൂടി അൻവർ 10 മണിക്ക് കൊണ്ടോട്ടിയിലെ ഈ ഗോൾഡ് അപ്രൈസറെ കാണാൻ അവിടെ എത്തുന്നുണ്ട്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ തുടർച്ച അൻവർ തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പാർട്ടി ഒരു മറുപ്രതിരോധം തീർക്കുമ്പോൾ പോലും അത് അൻവറിനെ തെല്ലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ അമൽ തേനമ്പറമ്പൻ ഉൾപ്പെടെ പറഞ്ഞ കാര്യമുണ്ട്. അൻവർ എങ്ങോട്ടേക്ക് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിപ്പിക്കുമ്പോൾ പോലും മറ്റ് വാതിലുകൾ അടച്ചുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അൻവർ പ്രതികരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു പൊളിറ്റിക്കൽ നെക്സസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു വാതിൽ അൻവർ അവിടെ അടച്ചിടുകയാണ്. അപ്പോൾ ഒറ്റയാൾ പോരാട്ടമാണോ അൻവർ നടത്തുന്നത്, അതോ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള, പാർട്ടിക്ക് പുറത്തു നിന്നാണോ എന്നുള്ള അൻവറിനുള്ള പിന്തുണ, അത്തരത്തിലൊരു പിന്തുണ അൻവറിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടോ, ഒരു രഹസ്യ പിന്തുണ അൻവറിനുണ്ടോ എന്നുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു. അപ്പോൾ ഇനി അൻവറിൻ്റെ നീക്കം എന്ത് എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെയാണ് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ പ്രസക്തമാകുന്നത്. ഒപ്പം തന്നെ UDF ഇന്നലെ ചെറിയ രീതിയിലൊരു നിലപാട് മയപ്പെടുത്തുന്ന പോലെ തന്നെ K. സുധാകരനൊക്കെ പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അൻവർ രാഹുൽ ഗാന്ധിയുടെ നേരത്തെ ഉണ്ടായ വിവാദ പരാമർശങ്ങളിൽ നിലപാട് മയപ്പെടുത്തുന്നത് കണ്ടു. അത്തരത്തിലുള്ള രാഷ്ട്രീയ ചോദ്യങ്ങളെല്ലാം തന്നെ അവിടെ ബാക്കിയാക്കുകയാണ്. എന്നാലും ഇപ്പോൾ CPM വേഴ്സസ് അൻവർ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. CPM മറുപ്രതിരോധം അൻവറിനെ പൂർണ്ണമായും തള്ളുന്നു. ഒരു ഭരണപക്ഷ MLA ഈ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന നിലയ്ക്കാണ് പ്രസക്തിയെങ്കിൽ അൻവറിൻ്റെ നിലപാട് ഇടതുപക്ഷ നിലപാടല്ല, വലതുപക്ഷ നിലപാട്, വലതുപക്ഷത്തിൻ്റെ കയ്യിലെ പാവയെ അൻവർ മാറുന്നു എന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് CPM ഒരു മറു കൗണ്ടർ അല്ലെങ്കിൽ പ്രത്യാക്രമണം നേരിടുന്നു. അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി എന്ത് എന്നുള്ള ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് തന്നെ അടിക്ക് തിരിച്ചടിയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മോത്തി. ശരി അരുൺ, അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും. അമലിലേക്കാണ്. അമൽ, നമസ്കാരം. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ പല രാഷ്ട്രീയത്തിലും എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിരൂക്ഷമായ ഭാഷയിൽ ഈ ഭരണപക്ഷത്തെ ഒരു MLA ആയി ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ ഇത്തരത്തിൽ പറയുക, പൊതുവേദിയിൽ പറയുക, അങ്ങനെ പരസ്യമായൊരു ആക്രമണം അവസാനിപ്പിച്ചതായിരുന്നു. പക്ഷേ എന്തോ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് അവസാനിപ്പിച്ച് വീണ്ടും ഒരു പോർമുഖം തുറക്കാനായി PV അൻവർ രംഗത്തേക്ക് വന്നതോടുകൂടി ഇനി പ്രതിരോധിക്കുക എന്നത് പേരിന് വേണ്ടി മാത്രം ആയി പോകുന്ന ഒരവസ്ഥയിലേക്ക് CPM മാറിയേക്കാം എന്ന് തന്നെ കരുതുന്നു. കാരണം ഇതിനു മുൻപ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അപ്പോഴൊക്കെയും PV അൻവറിനെ പാർട്ടി ചേർത്ത് പിടിക്കുന്ന ഒരു നയമായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ഇനി തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റില്ല എന്നൊരവസ്ഥയിലേക്കല്ലേ പാർട്ടി പോകുന്നത്? ഒരു നാട്ടിലൊരു അനീതി നടന്നാൽ ഇരുട്ട് മുൻപ് തീർപ്പാകണം, അല്ലെങ്കിൽ ആ നാട്ടിൽ കലാപമുണ്ടാകും. കലാപമുണ്ടായില്ല എങ്കിലും വിലാപങ്ങൾക്ക് അറുതി വേണം. നീതിയില്ലെങ്കിൽ നീ തീയാവുക, അങ്ങനെ ഒരു പറച്ചിലുണ്ട്. അതിലെ നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് PV അൻവർ ഇന്നലെ ഇട്ടപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു തുറന്ന യുദ്ധത്തിലേക്ക് അൻവർ പോകുന്നു എന്നുള്ള കാര്യം. എന്തായാലും അൻവറിനെ ഇത്രയധികം പ്രകോപിപ്പിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തന്നെയാണ് എന്ന് ഇന്നലെ അൻവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ അൻവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ താനും അതാവാം എന്നൊരു കാര്യം പറഞ്ഞാണ് മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സമീപകാലത്ത് പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷത്തെ ഏതെങ്കിലും MLA ഒന്നും ഉന്നയിക്കാത്ത തരത്തിലുള്ള വിമർശനം നേരിടേണ്ടി വന്നു. സ്വന്തം പക്ഷത്തിരിക്കുന്ന MLAയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിക്ക് കുടുംബത്തിലേക്കടക്കം ആരോപണം ഉയരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറിയോ അല്ല എങ്കിൽ മുന്നണി കൺവീനറോ ഒന്നും മറുപടി പറഞ്ഞാൽ മതിയാകുന്ന വിഷയം ആയില്ല ഈ പറയുന്ന അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിനാൽ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നുള്ളതാണ്
കണ്ടറിയേണ്ടത്. ഇന്നലെ എന്തായാലും ആലുവ പാലസിൽ നിന്നും നമ്മുടെ മുഖ്യമന്ത്രി പുറത്തേക്ക് വരുന്ന ഒരു ദൃശ്യമുണ്ട്. മാധ്യമങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾക്കിടയിലൂടെ KL 01 CV 6683 എന്ന് പറയുന്ന കിയ കാർണിവൽ, കേരള സ്റ്റേറ്റ് നമ്പർ 1 കാറാണ്, അതിങ്ങനെ പോകുമ്പോൾ മാധ്യമങ്ങൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സമീപകാലത്ത് എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ പിന്നാലെ എത്തി മാധ്യമങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ മുതിർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ആ സുരക്ഷാ വലയത്തെ എല്ലാം മറികടന്ന് അരുൺ ശങ്കർ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടേക്ക് എത്തി മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. CMA കുടുംബത്തിലേക്കടക്കം ആരോപണം വന്നിട്ടുണ്ടോ, മറുപടി ഉണ്ടോ? അപ്പോഴൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഒരു ചെറു പുഞ്ചിരി മാത്രമായിരുന്നു ആ മറുപടി. മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെയാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് ഞാനും തുടങ്ങാമെന്നുള്ള കാര്യം. അതെപ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ അതിന് വീണ്ടും ഒരു മറുപടിയുമായി അൻവർ എത്തുമോ എന്ന കാര്യം കൂടി ഇവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അൻവർ നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. മറുപടി പറയാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇന്ന് ദില്ലിയിൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നുണ്ട് എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതികരണം മുഴുവൻ പാർട്ടി സെക്രട്ടറിയുടേതാവാനല്ലേ സാധ്യതയുള്ളൂ? കാരണം ഇതിനു മുൻപും ഒരുപാട് തവണ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ നേരിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി ഇനി ഈ സന്ദർഭത്തിൽ പ്രതികരിക്കുമോ? അങ്ങനെ ഒരു പ്രതികരണത്തിന് അതിനുള്ള ശക്തി ഉണ്ടാവുമോ? നിലവിൽ എന്തായാലും അൻവർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തെയും CPM-നെയും എല്ലാം പിടിച്ചു കുലുക്കാൻ പോകുന്നതാണ്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സമ്മേളന കാലമാണ്. അതിനാൽ തന്നെ അൻവറിന്റെ ആരോപണത്തെ നിസാരവൽക്കരിക്കാൻ CPM ഇല്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അൻവറിന്റെ ആരോപണത്തിന് അൻവർ ഒരു ആരോപണം ഉന്നയിക്കുന്നു, അതിന് മറുപടിയുമായി മുഖ്യമന്ത്രി എത്തുന്നു. അൻവർ വീണ്ടും ആരോപണം ഉന്നയിക്കുന്നു, മറുപടിയുമായി മുഖ്യമന്ത്രി എത്തുന്നു. അങ്ങനെ അടിച്ചും തിരിച്ചടിച്ചും മുന്നോട്ട് പോകണമോ എന്നുള്ളൊരു ആലോചനയാണ് CPM-ൽ നടക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ചാണ് എങ്കിൽ പാർട്ടി സെക്രട്ടറി ഇന്ന് മറുപടി പറയും. അതോടൊപ്പം തന്നെ ചില വാർത്താക്കുറിപ്പിലെല്ലാം കാര്യങ്ങൾ ഒതുക്കും. AK ബാലൻ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി സാധാരണ നിലയിൽ ഇത്തരം വിഷയം വരുമ്പോൾ പരസ്യമായി രംഗത്തിറങ്ങുന്ന നേതാക്കൾ PV അൻവറിനെതിരെ വാളുമായി പുറത്തിറങ്ങുമെന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുമായി ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിന് കളമൊരുക്കാൻ CPM നിലവിൽ തയ്യാറാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി അൻവറിന്റെ ആരോപണങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുക എന്നൊരു തന്ത്രത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പരസ്യ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. പക്ഷേ കൂടിയാലോചനകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നടക്കുകയാണ് ഡൽഹിയിൽ. ആ പോളിറ്റ് ബ്യൂറോ യോഗത്തിലടക്കം കേരളത്തിലെ സാഹചര്യങ്ങൾ MV ഗോവിന്ദൻ അടക്കം വിശദീകരിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ ഇതിൽ മറുപടി പറയണമോ എന്നൊരു തീരുമാനത്തിലേക്ക് CPM എത്തും. അങ്ങനെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻവർ വീണ്ടും ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ അരുൺ പറഞ്ഞു വെച്ചതാണെങ്കിൽ 10 മണിയാകുമ്പോൾ അവിടെ ഒരു സ്വർണ്ണപ്പണിക്കാരനെ കാണാൻ അൻവർ പോവുകയാണ്. ഉണ്ണി എന്നോ മറ്റാണ് അൻവർ നേരത്തെ വെളിപ്പെടുത്തിയ ആ പേര്. ആ ആളെ കാണാൻ അൻവർ പോകുന്നു. അപ്പോൾ അൻവർ ഒരു വഴിക്ക് ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ CPM പ്രതിരോധിക്കും, മുഖ്യമന്ത്രി പ്രതിരോധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തായാലും കേരളം കാത്തിരിക്കുന്നുണ്ട്. അതുണ്ടാകുമോ എന്നാണ് ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. മോദി. ശരി അമൽ. ദില്ലിയിൽ നിന്ന് ബാലഗോപാൽ കൂടി ചേരുന്നുണ്ട്. ബാലു ചേട്ടാ, നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഒരു വിശദീകരണം, പാർട്ടി വിശദീകരണമാണ്. സ്വാഭാവികമായും പലരും പറയുന്നത് പോലെ ഇപ്പോൾ സജി ചെറിയാൻ പ്രതികരിക്കുന്നു, LDF കൺവീനർ പ്രതികരിക്കുന്നു. നേരത്തെയും പല പ്രതിസന്ധി ഘട്ടത്തിലും പ്രതികരിക്കാനായി മുഖ്യമന്ത്രിക്കൊപ്പം ഒരു കവചം തീർത്ത് നിന്ന പലരുമുണ്ട്, AK ബാലനെ പോലെയുള്ളവർ. അങ്ങനെ എല്ലാവരും കവചം തീർത്ത് നിന്നാലൊക്കെയും പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ പാർട്ടിക്കുള്ളത് എന്ന് നമുക്കറിയില്ല. കാരണം അത്രത്തോളം പ്രതിസന്ധി ഘട്ടത്തിലാണ് ഉള്ളത്. ഇനിയും PV അൻവറിനെ പിണക്കുന്നത് ബുദ്ധിപരമായിരിക്കും. അത്രയും ബുദ്ധിയില്ലായ്മ പാർട്ടി കാണിക്കുമോ? PV അൻവറിനോടുള്ള പാർട്ടിയുടെ സമീപനം എന്താണ് എന്നത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഡൽഹിയിലെ കേരള ഹൗസിലെ കോൺഫറൻസ് ഹാളിൽ ഈ MV ഗോവിന്ദൻ വിളിച്ചു ചേർത്തിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നതായിരിക്കും. മുഖ്യമന്ത്രി നിലവിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ ഡൽഹിയിലെ കേരള ഹൗസിന് സമീപത്തുള്ള കൊച്ചിൻ ഹൗസിലെ ആണ് മുഖ്യമന്ത്രി താമസിക്കുന്നത്. കൊച്ചിൻ ഹൗസിലെ VIP സൂട്ടായ വേമ്പനാടിലാണ് നിലവിൽ മുഖ്യമന്ത്രി ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഒരു വലിയ നിര ഇവിടെ കാത്തു നിൽപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന് അറിയില്ല. ഇന്നലെ കൊച്ചിയിൽ കണ്ടതുപോലെ തന്നെ അദ്ദേഹം വാഹനത്തിൽ കയറി പോകുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടതായുള്ളത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയെ ആദ്യം സന്ദർശിച്ചിരുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് MV ഗോവിന്ദൻ മാഷ് ഉച്ചയ്ക്ക് 2:30 ഈ വാർത്താ സമ്മേളനത്തിൽ തീരുമാനം അറിയിക്കാമെന്ന്, അല്ലെങ്കിൽ വാർത്താ സമ്മേളനം വിളിച്ച് അക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാമെന്ന് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം മുഖ്യമന്ത്രിയെ ഇന്ന് സന്ദർശിച്ചത് നിയുക്ത പ്രതിരോധ സെക്രട്ടറി RK സിംഗ്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ MLA കമ്മിറ്റിക്ക് എത്തിയിട്ടുള്ള ചില ഭരണകക്ഷി MLA മാർ എന്നിവർ മാത്രമാണ് മുഖ്യമന്ത്രിയുമായി ഇതുവരെ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. മറ്റ് നേതാക്കന്മാരാരും ഈ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. PK ശ്രീമതി മാത്രമാണ് ഇന്നലെ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റ് നേതാക്കളൊക്കെ ഡൽഹിയിലെ കേരള ഹൗസിൽ
ഹൗസിൽ എത്തിച്ചേരുമെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും രാവിലെ 10:15 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിൻ ഹൗസിൽ നിന്ന് ഡൽഹിയിലെ AKG ഭവനിലേക്ക് പോകുന്നതായിരിക്കും. 11 മണിക്കാണ് പോളിറ്റ് ബ്യൂറോ യോഗം ആരംഭിക്കുന്നത്. ആ പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമോ എന്നാണ് ഇനി അറിയേണ്ടതായുള്ളത്. സാധാരണ ഈ മാധ്യമങ്ങളോടൊക്കെ എന്തെങ്കിലും അത് പറയാനുണ്ടെങ്കിൽ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് പറയാറുള്ളത്. അതുകൊണ്ട് വലിയ വിശദമായ ഒരു പ്രതികരണമൊന്നും നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയിൽ നിന്നുള്ള ആദ്യ പ്രതികരണം ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ പോളിറ്റ് ബ്യൂറോയുടെ ആദ്യ സെഷൻ, അതായത് രാവിലെ 11 മണി മുതൽ 12:30 മണി വരെയാണ് ആ സെഷൻ നടക്കുന്നത്. അതിനുശേഷമാണ് ഡൽഹിയിലെ കേരള ഹൗസിൽ MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിലെ വിഷയങ്ങൾ ഇന്ന് രാവിലെ ചേരുന്ന ആദ്യ സെഷനിൽ തന്നെ MV ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും വിശദീകരിക്കുവാനാണ് സാധ്യത. പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു അഭിപ്രായം കൂടി കേട്ടതിന് ശേഷമായിരിക്കും MV ഗോവിന്ദൻ മാഷിന്റെ വാർത്താ സമ്മേളനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ PV അൻവറിനുമായി ഇനി ഒത്തുപോകുന്ന ഒരു നിലപാട് CPM-ന് ഉണ്ടാകില്ല. അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രത്യാക്രമണം തന്നെ CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. MV ഗോവിന്ദൻ മാഷ് ഇന്ന് അതിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നതായിരിക്കും. PV അൻവറിനെ പാർട്ടിയുടെ LDF-ന്റെ പാർലമെന്ററി സമിതിയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. LDF-ന്റെ മലപ്പുറം ഘടകത്തിലുള്ള കമ്മിറ്റികളിലൊക്കെ അദ്ദേഹം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്താക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. അതിനും അപ്പുറത്തേക്ക് ഈ അൻവറിന്റെ ഈ ആരോപണങ്ങളെ അത് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടതില്ല. അതിന് അടിക്കടി എന്നുള്ള അല്ലെങ്കിൽ തിരിച്ചടി എന്നുള്ള ഒരു നയത്തിലേക്ക് CPM കടക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള ഒരു നാന്ദി കുറിക്കൽ കൂടിയായിരിക്കും MV ഗോവിന്ദൻ മാഷ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഡൽഹിയിലെ കേരള ഹൗസിലെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത്.